പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം. എന്റെ അമ്മായി അതിസുന്ദരിയാണ്. 28 വയസ്സുണ്ട് അമ്മായിക്ക്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. അമ്മാവൻ അധ്യാപകനാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മാവിയുടെ വീട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. അവൻ അവിടെ മറ്റേ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അതവനൊരു ശീലമായിരുന്നു. അന്ന് അവിടെ പോയി ഒരു അടിപൊളി പടം കണ്ടു. അതിന്റെ ഹാങ് ഓവറിൽ വീട്ടിലെത്തിയപ്പോൾ അമ്മായി വീട്ടിൽ നിൽക്കുന്നു. അമ്മായി അമ്മയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവരുടെ കൂടെ അവിടെ ഇരുന്നു. പെട്ടെന്ന് എന്റെ കണ്ണുകൾ അമ്മായിയുടെ നെഞ്ചിലേക്ക് പതിഞ്ഞു. അന്നാണെങ്കിൽ ഒരു ചുരിദാറായിരുന്നു അമ്മായി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷാളാണെങ്കിൽ കഴുത്തിനോട് ചേർത്തിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നെഞ്ചിലെ ആ മുഴുപ്പ് ശരിക്കും അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമ്മായിയെ ഇങ്ങനെ കാണുന്നത് തന്നെ. നേരത്തെ കണ്ട സിനിമയുടെ ഹാങ് ഓവർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. അമ്മായിയെ ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചു. കാണാൻ നല്ല ഭംഗിയാണ്. ആ വടിവത്ത ശരീരം ഞാൻ മനസ്സിൽ സങ്കല്പിച്ചു. അപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ടായി. കുറെ നേരം കഴിഞ്ഞ് അമ്മായി പോയി. ഒന്നും പറയണ്ട, അമ്മാവിയെ ഓർത്ത് ഞാൻ അങ്ങനെ ഇരുന്നു. അമ്മാവിയെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്മാവിയുടെ വീട്ടിലേക്ക് പോയി. അമ്മാവൻ സ്കൂളിലായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് അമ്മാവി പറഞ്ഞു. ഞാൻ ഹാളിൽ വന്നിരുന്ന് TV ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് അമ്മായി എന്നെ വിളിച്ചു. അമ്മായിയുടെ റൂമിൽ നിന്നാണ് ഞാൻ ആ വിളി കേട്ടത്. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. അമ്മാവി ഒരു കസേരയുടെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് അമ്മായി? അമ്മായിക്ക് ആ അലമാരയുടെ മുകളിൽ നിന്നൊരു പുസ്തകം എടുക്കണം. എന്നോട് പറഞ്ഞു, നീ കസേര ഒന്ന് പിടിച്ചോണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കസേര മറിയും. ഞാൻ പറഞ്ഞു, അമ്മായി, ഞാൻ കസേരയിൽ കയറി പുസ്തകം എടുത്തു തരാം. അമ്മായി പറഞ്ഞു, അത് വേണ്ടടാ, നിനക്ക് പുസ്തകം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും. നീ കസേര പിടിച്ചു തന്നാൽ മതി. ഞാൻ അമ്മായി പറഞ്ഞ അനുസരിച്ച് കസേര പിടിച്ചു കൊടുത്തു. അങ്ങനെ അമ്മായി കസേരയിൽ കയറി. ഞാൻ അന്നേരം അമ്മായിയുടെ അടിമുടി ഒന്ന് നോക്കി. ഒരു ചുവപ്പ് സാരിയായിരുന്നു അമ്മാവി ആ സമയം ഉടുത്തിരുന്നത്. ആ സമയം അമ്മായിയെ കാണാൻ വളരെ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കസേരയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. കസേര പിടിച്ചു കൊടുത്തു. അമ്മായി നേരെ എന്റെ മുന്നിൽ കസേരയിൽ നിൽക്കുകയാണ്. അമ്മായിയുടെ നേരെയാണ് എന്റെ മുഖം. അമ്മായി കൈകൾ രണ്ടും മേലോട്ട് പൊക്കി പുസ്തകങ്ങൾ നോക്കാൻ തുടങ്ങി. എന്റെ മുന്നിൽ അമ്മായി അനാവൃതമായി കാണാൻ തുടങ്ങി. എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റി. സാരിയിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മായിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല മനോഹരമായ കാഴ്ച. ഞാൻ കുറച്ച് മുകളിലേക്ക് നോക്കി. അമ്മായി നല്ലപോലെ വിയർത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴായിരുന്നു അമ്മാവിയുടെ ആ ഷേപ്പ് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്ക് എനിക്ക് വല്ലാണ്ടായി. ആ സമയം പെട്ടെന്ന് അമ്മായി കസേരയിൽ നിന്ന് വീഴാൻ പോയി. അപ്പോൾ ഞാൻ അമ്മാവിയെ കയറി പിടിച്ചു. അമ്മായി താഴെ വീഴുമോ എന്ന് ഞാൻ പേടിച്ചു. അമ്മായി ആ സമയത്ത് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അതിനുശേഷം അമ്മായി മെല്ലെ ഇറങ്ങി അടുക്കളയിലേക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പോയി. ഒട്ടും സമയം കളഞ്ഞില്ല. ഞാൻ നേരെ ബാത്റൂമിലേക്ക് ഓടി. അവിടെ നടന്ന സംഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നൽകി. എല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോഴേക്കും ഊണ് റെഡിയായി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എനിക്ക് എന്റെ അമ്മായിയുടെ ശരീരത്ത് നിന്ന് കണ്ണെടുക്കാനേ കഴിഞ്ഞില്ല. ഊണ് കഴിഞ്ഞ് ഞാൻ TV ഓൺ ചെയ്തിരുന്നു. പെട്ടെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മായി എന്റെ തൊട്ടടുത്ത് വന്നിരുന്നു. ആ സമയം ഒരു നിമിഷം എന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. അമ്മായി പതുക്കെ പതുക്കെ എന്റെ തലമുടിയിൽ തലോടാൻ തുടങ്ങി. ഞാൻ അമ്മായിയെ ഒന്ന് നോക്കി. ഒരു കള്ളച്ചിരിയോടെ അമ്മായി എന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് എന്റെ നെറ്റിയിൽ നോക്കി ഒരു കാര്യം പറഞ്ഞു. ഞാൻ നല്ല സുന്ദരനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അമ്മായി അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അമ്മായി എന്താണ് ഈ പറയുന്നത്? ഇത്രയും ചെറുതായി എന്നെയോ ഇഷ്ടമായത്? അമ്മായിയുടെ മോനല്ലയോ ഞാൻ? പിന്നെ എങ്ങനെയാ അമ്മായിക്ക് എന്നെ ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്നത്? എന്തിനാ അമ്മായി വെറുതെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ അമ്മായിയോട് ചോദിച്ചു. അമ്മായി വളരെ ആർത്തിയോടെ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിന്നിൽ ഞാനൊരു പുരുഷനെ കാണുന്നു, അതെനിക്ക് വേണം. അമ്മായി പറഞ്ഞു. അത് കേട്ടപ്പോൾ എവിടെയോ എന്തോ എനിക്കൊരു സന്തോഷം. അമ്മായിയെയും എനിക്ക് വേണമെന്ന് മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങി. അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു.
ഇതെല്ലാം കേട്ട് എന്റെ ഫ്രണ്ട് മുഴച്ചു നിന്നത് അമ്മായി കണ്ടു. അമ്മായി പതിയെ അവിടെ ഒന്ന് തടവി. ഞാൻ പതിയെ കണ്ണുകൾ അടച്ചു. എല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ പോയി കഴുകി തിരിച്ചു വന്നു. കുറെ നേരം ഞാൻ അവിടെ സെറ്റിയിൽ കിടന്നു. അമ്മാവൻ വരാറായപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷെ ആ ദിവസം ഞാൻ അമ്മായിയെ അവിടെ കണ്ടതേയില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരുമില്ല. ശൂന്യമായി കിടക്കുന്നു. ആ സമയം ഞാൻ മേളത്തെ സ്റ്റെപ്പ് കയറി മേലേക്ക് കയറി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഒരു ശീൽക്കാരവും ഒച്ചയും ഒക്കെ കേട്ടു. ഞാൻ ചെന്ന് വാതിലിന്റെ വിടവിലൂടെ ഒന്ന് നോക്കി. നോക്കുമ്പോൾ അമ്മായിയും അമ്മാവനും കൂടിയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്കും എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. ഇത്രയും നാൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് അനുഭവിക്കുന്നതിനേക്കാൾ കാണുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടം. ആ സമയം ഞാൻ അത് കണ്ട് ഒരുപാട് നിർവൃതി അടഞ്ഞു. ഞാൻ കുറെ സമയം അവിടെ നിന്നു. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയപ്പോൾ എന്റെ മനസ്സിൽ ആ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 23 മണിക്കൂറും ഇത് തന്നെയായിരുന്നു എന്റെ ചിന്ത. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്കറിഞ്ഞുകൂടാ. എന്റെ പ്രായത്തിൻ്റെതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അമ്മായിക്കൊരു മെസ്സേജ് അയക്കാം എന്ന് തീരുമാനിച്ചു. അമ്മായിയുടെ വാട്സപ്പ് എടുത്ത് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഇന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. അമ്മായിയും അമ്മാവനും കൂടി. അതെല്ലാം കണ്ടു കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വന്നത്. ആ മെസ്സേജ് കണ്ടപ്പോൾ അമ്മായിയുടെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു: ഞാനും നിന്നെ കണ്ടിരുന്നു. എടാ കൊച്ചു കള്ളാ, നീ അത് കണ്ട് രസിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓഹോ, എന്നെ കണ്ടിട്ട് നിർത്താനുള്ള ഭാവമൊന്നും ഇല്ലായിരുന്നല്ലേ? ഞാൻ തിരിച്ചു മെസ്സേജ് വിട്ടു. എന്തിനാ ഞാൻ നിർത്തുന്നത്? നീ കാണാത്തതൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ എനിക്ക് ഇത്ര നാണിക്കേണ്ട കാര്യം? നീയും അമ്മാവനും എനിക്ക് ഒരുപോലെയാണ്. അതായിരുന്നു മറുപടി. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മാവനെ പോലെ തന്നെയാണോ ഞാനും? അപ്പോ നാളെ മുതൽ എന്നെ ആവശ്യമില്ലേ? പിന്നെ എനിക്ക് നിന്നെ വേണം. അമ്മാവനൊന്ന് പോകുന്നവരെങ്കിലും നീ വെയിറ്റ് ചെയ്യടാ കുട്ടാ എന്നായിരുന്നു ആ മെസ്സേജ്. അതിനുശേഷം ഫോൺ മാറ്റിവെച്ച് ഞാൻ കിടന്നു. കുറെ സമയം എന്റെ ചിന്തകൾ അത് മാത്രമായിരുന്നു. അങ്ങനെ എപ്പോഴോ കിടന്നുറങ്ങി. അമ്മാവൻ പോകുന്നതുവരെ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കിയത് കയ്യിലുള്ള കുറച്ച് വീഡിയോസ് കണ്ടിട്ട് മാത്രമായിരുന്നു. വീഡിയോ മൊത്തം കണ്ടു തീർന്നപ്പോൾ ഞാൻ അമ്മാവിയോട് ചോദിച്ചു, എനിക്കൊരു വീഡിയോ അയച്ചു തരുമോ എന്ന്. അമ്മായി തന്നെയാണ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നത്. അതൊക്കെ കണ്ട് അമ്മാവൻ പോകുന്നത് വരെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നു. അമ്മാവൻ പോകാൻ വേണ്ടി ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ആവശ്യമായിരുന്നു എനിക്ക് അമ്മാവിയെ വേണമെന്നത്. കാരണം ഒരനുഭവം തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും വേണമെന്ന് ആഗ്രഹം തോന്നും. അങ്ങനെ ആ സുദിനം വന്നു. അമ്മാവൻ പോയി. എനിക്കത് അറിഞ്ഞപ്പോൾ ഒരു ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷമായി. ഞാൻ നേരെ അമ്മായിയുടെ വീട്ടിലേക്ക് ചെന്നു. അമ്മായി വളരെ വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്നായി.